2:25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാക്കളായ നിങ്ങളുടെ സ്വധർമ്മം ശാന്തിയാണ്. നിങ്ങളുടെ ദേശം ശാന്തിധാമമാണ്. നിങ്ങൾ ആത്മാക്കൾ ശാന്ത സ്വരൂപമാണ്. അതിനാൽ നിങ്ങൾക്ക് ശാന്തി യാചിക്കുവാൻ കഴിയില്ല. ചോദ്യം: നിങ്ങളുടെ യോഗബലം ഏതൊരു അതിശയമാണ് ചെയ്യുന്നത്? ഉത്തരം: യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ ലോകത്തെയും പവിത്രമാക്കുന്നു. നിങ്ങൾ എത്ര കുറച്ചു കുട്ടികളാണ് യോഗബലത്തിലൂടെ ഈ മുഴുവൻ പർവ്വതത്തെയും ഉയർത്തി സ്വർണത്തിൻ്റെ പർവ്വതം സ്ഥാപിക്കുന്നത്. 5 തത്വങ്ങൾ സതോ പ്രധാനമാകുന്നു, നല്ല ഫലം നൽകുന്നു. സതോ പ്രധാന തത്വങ്ങളിലൂടെ ഈ ശരീരവും സതോ പ്രധാനമാകുന്നു. അവിടെയുള്ള ഫലങ്ങളും വളരെയധികം സ്വാദിഷ്ടമായിരിക്കും. ഓം ശാന്തി. എപ്പോഴാണോ ഓം ശാന്തി എന്ന് പറയുന്നത്, അപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകേണ്ടതാണ്. കാരണം വാസ്തവത്തിൽ ആത്മാവ് ശാന്ത സ്വരൂപം തന്നെയാണ്. അതിൻ്റെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. ഇതിനെക്കുറിച്ച് സന്യാസിമാരും പറയുന്നു. ശാന്തിയുടെ മാല നിങ്ങളുടെ കഴുത്തിൽ കിടക്കുകയാണ്. ശാന്തി പുറത്തെവിടെയാണ് അന്വേഷിക്കുന്നത്? ആത്മാവ് സ്വതവേ ശാന്ത സ്വരൂപമാണ്. ഈ ശരീരത്തിൽ പാർട്ട് അഭിനയിക്കുവാൻ വരേണ്ടി വരുന്നു. ആത്മാവ് സദാ ശാന്തമായിരിക്കുകയാണെങ്കിൽ കർമ്മം എങ്ങനെ ചെയ്യും? കർമ്മം ചെയ്യുക തന്നെ വേണം. പിന്നെ ശാന്തിധാമത്തിൽ ആത്മാക്കൾ ശാന്തമായിരിക്കുന്നു. അവിടെ ശരീരമില്ല. നമ്മൾ ആത്മാവാണ്, ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ് എന്ന് ഏതെങ്കിലും സന്യാസിമാരോ മറ്റോ മനസ്സിലാക്കുന്നില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ശാന്തിധാമം നമ്മുടെ ദേശമാണ്. പിന്നെ നമ്മൾ സുഖധാമത്തിൽ വന്ന് പാർട്ട് അഭിനയിക്കുന്നു. പിന്നെ രാവണ രാജ്യമുള്ളത് ദുഃഖധാമത്തിലാണ്. ഇത് 84 ജന്മങ്ങളുടെ കഥയാണ്. അർജുനനെ പ്രതി ഭഗവാൻ ഉവാചയുണ്ടല്ലോ, നീ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല എന്ന്. ഒരാളോട് എന്തുകൊണ്ട് പറയുന്നു? കാരണം ഒന്നിൻ്റേത് ഗ്യാരണ്ടിയാണ്. ഈ രാധയുടെയും കൃഷ്ണൻ്റെയും ഗ്യാരണ്ടിയാണല്ലോ. അപ്പോൾ ഇവരോട് തന്നെ പറയുന്നു. ഇത് ബാബയും അറിയുന്നുണ്ട്, കുട്ടികളും അറിയുന്നുണ്ട്. ഈ ഏതെല്ലാം കുട്ടികളുണ്ടോ എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുന്നവരല്ല. ചിലർ മധ്യത്തിൽ വരും, ചിലർ അന്തിമത്തിൽ വരും. ഈ ഒന്നിൻ്റേത് സർട്ടൻ ആണ്, സുനിശ്ചിതമാണ്. ഈ ഒന്നിനോട് പറയുന്നു, ഹേ കുട്ടി എന്ന്. അപ്പോൾ ഇത് അർജുനനായല്ലോ, രഥത്തിൽ ഇരിക്കുകയാണല്ലോ. കുട്ടികൾക്ക് സ്വയവും മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ജന്മങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്. സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ സത്യുഗമാകുന്ന പുതിയ ലോകത്തിൽ ആദ്യം എങ്ങനെ വരും? ഇവരുടെ ഭാഗ്യം എവിടെയാണ്? അവസാനം ആരാണോ ജന്മമെടുക്കുന്നത് അവരെ സംബന്ധിച്ച് വീട് പഴയതാകുമല്ലോ. ആരുടെ കാര്യത്തിൽ നിങ്ങൾക്കും ഉറപ്പുണ്ടായിരിക്കുന്നുവോ അവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, മമ്മയും ബാബയും 84 ജന്മങ്ങൾ എടുക്കുന്നു. കുമാർ കാ, ജനക്, ദാദി പ്രകാശ്മണി, ദാദി ജാനകി, ഇങ്ങനെയുള്ള മഹാരഥികൾ ആരെല്ലാമാണോ അവർ 84 ജന്മങ്ങൾ എടുക്കുന്നു. ആര് സർവീസ് ചെയ്യുന്നില്ലയോ അപ്പോൾ തീർച്ചയായും ഏതാനും ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും വരുന്നത്. നമ്മൾ തോൽക്കും, അവസാനം വരും എന്ന് മനസ്സിലാക്കുന്നു. സ്കൂളിൽ ഓട്ടം ഓടി അടയാളം വരെ എത്തിയ ശേഷം പിന്നെ തിരികെ മടങ്ങുന്നുവല്ലോ. എല്ലാവരും ഏകരസമായിരിക്കുക സാധ്യമല്ല. റേസിൽ പാദം ഒരൽപ്പം ഇഞ്ചിൻ്റെയെങ്കിലും വ്യത്യാസമുണ്ടാവുകയാണെങ്കിൽ പ്ലസിൽ വരുന്നു. ഇതും അശ്വ മത്സരമാണ്.
അശ്വം എന്ന് കുതിരയെ പറയുന്നു, രഥത്തെയും കുതിര എന്ന് പറയുന്നു. പിന്നെ ദക്ഷ പ്രജാപിത യജ്ഞം രചിച്ചു എന്നും അതിൽ കുതിരയെ ഹവനം ചെയ്തുവെന്നും എന്താണോ കാണിക്കുന്നത്? ഈ കാര്യങ്ങളൊന്നുമില്ല. ദക്ഷ പ്രജാപിതാവുമില്ല, ഏതെങ്കിലും യജ്ഞം രചിച്ചിട്ടുമില്ല. പുസ്തകങ്ങളിൽ ഭക്തിമാർഗത്തിൻ്റെ എത്ര ദന്തകഥകളാണുള്ളത്. അതിൻ്റെ പേര് തന്നെ കഥ എന്നാണ്. വളരെയധികം കഥകൾ കേൾക്കുന്നു. നിങ്ങളാണെങ്കിൽ ഇത് പഠിക്കുന്നു. പഠനത്തെ കഥ എന്ന് പറയുകയില്ല. സ്കൂളിലാണ് പഠിക്കുന്നത്. എയിം ഓബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് ഈ പഠനത്തിലൂടെ ഈ ജോലി ലഭിക്കും, എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് വളരെയധികം ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. ഇത് തന്നെയാണ് പ്രയത്നം. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. വിശേഷിച്ച് ഓർമ്മിക്കേണ്ടതുണ്ട്, ഞാൻ ശിവ് ബാബയുടെ കുട്ടിയാണല്ലോ, പിന്നെ എന്ത് ഓർമ്മിക്കുവാനാണ് എന്ന് പാടില്ല. അങ്ങനെയല്ല. സ്വയം സ്റ്റുഡൻ്റായി മനസ്സിലാക്കി ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ ആത്മാക്കളെ ശിവ് ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും മറന്നു പോകുന്നു. ശിവ് ബാബ ഒരേ ഒരു ടീച്ചറാണ്. ആ ഒന്ന് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം കേൾപ്പിക്കുന്നു. ഇതും ഓർമ്മയുണ്ടായിരിക്കുന്നില്ല. ഓരോ കുട്ടിയും തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, എത്ര സമയം ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നുണ്ട്? കൂടുതൽ ടൈം ബഹിർമുഖതയിൽ തന്നെ പോകുന്നു. ഈ ഓർമ്മ തന്നെയാണ് മുഖ്യം. ഈ ഭാരതത്തിൻ്റെ യോഗത്തിന് തന്നെയാണ് വളരെയധികം മഹിമയുള്ളത്. എന്നാൽ യോഗം ആരാണ് പഠിപ്പിക്കുന്നത്? ഇത് ആർക്കും അറിയില്ല. ഗീതയിൽ ശ്രീകൃഷ്ണൻ്റെ നാമം ചേർത്തിരിക്കുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണനെ ഓർമ്മിക്കുന്നതിലൂടെ ഒരു പാപം പോലും ഇല്ലാതാവുകയില്ല. കാരണം അത് ശരീരധാരിയാണ്, 5 തത്വങ്ങളാൽ നിർമ്മിതമാണ്. അതിനെ ഓർമ്മിച്ചു എന്നാൽ മണ്ണിനെ ഓർമ്മിച്ചു, 5 തത്വങ്ങളെ ഓർമ്മിച്ചു എന്നാണ്. ശിവ് ബാബയാണെങ്കിൽ അശരീരിയാണ്. അതിനാൽ പറയുന്നു, അശരീരിയാകൂ, പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഹേ പതിത പാവന എന്ന് പറയുന്നുമുണ്ട്. അത് ഒന്നായല്ലോ. യുക്തിയോടെ ചോദിക്കണം, ഗീതയുടെ ഭഗവാൻ ആരാണ്? രചയിതാവായ ഭഗവാൻ ഒന്നാണ്. അഥവാ മനുഷ്യൻ സ്വയം തന്നെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഏവരും എൻ്റെ കുട്ടികളാണ് എന്നൊരിക്കലും പറയുകയില്ല. ഒന്നുകിൽ പറയും തത്വം, അത് നീയാകുന്നു. അല്ലെങ്കിൽ പറയും ഈശ്വരൻ സർവവ്യാപിയാണ്, ഞാനും ഭഗവാൻ, നിങ്ങളും ഭഗവാൻ. എവിടെ നോക്കിയാലും നീ തന്നെ നീ, കല്ലിലും നീ തന്നെയാണ്. ഇങ്ങനെ പറയുന്നു. നിങ്ങൾ എൻ്റെ കുട്ടികളാണ്, ഇത് പറയുവാൻ സാധിക്കില്ല. ഹേ എൻ്റെ ഓമന ആത്മീയ സന്താനങ്ങളെ എന്ന് ബാബ തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ മറ്റാർക്കും പറയാൻ സാധിക്കില്ല. മുസൽമാനോട് അഥവാ ആരെങ്കിലും എൻ്റെ ഓമന സന്താനങ്ങളെ എന്ന് പറയുകയാണെങ്കിൽ അടിച്ചേന്. ഇത് ഒരേ ഒരു പാരലൗകിക പിതാവിനെ പറയുവാൻ സാധിക്കൂ. മറ്റാർക്കും സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകാൻ സാധിക്കില്ല. 84 പടികളുടെ രഹസ്യം നിരാകാരനായ ബാബയ്ക്കല്ലാതെ ആർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ആ ഒന്നിൻ്റെ യഥാർത്ഥ നാമം തന്നെ ശിവൻ എന്നാണ്. ഈ മനുഷ്യർ എണ്ണമറ്റ നാമങ്ങൾ വച്ചിരിക്കുന്നു. അനേകം ഭാഷകളുണ്ട്. അപ്പോൾ അവരവരുടെ ഭാഷയിൽ നാമം വയ്ക്കുന്നു. ഇതുപോലെ ബോംബെയിൽ ബബിൾനാഥ് എന്ന് പറയുന്നു. പക്ഷേ അവർ അർത്ഥം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, മുള്ളുകളെ പുഷ്പമാക്കുന്നവനാണ്. ഭാരതത്തിൽ ശിവ് ബാബയുടെ ആയിരക്കണക്കിന് നാമങ്ങളുണ്ടാകും. അർത്ഥമൊന്നും അറിയുന്നില്ല. ബാബ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. അതിലും മാതാക്കളെ ബാബ കൂടുതൽ മുന്നിലാക്കുന്നു. ഈ കാലത്ത് ഫീമെയിൽസിന് മാന്യതയുമുണ്ട്. കാരണം ബാബ വന്നിരിക്കുകയാണല്ലോ. ബാബ മാതാക്കളുടെ മഹിമ ഉയർന്നതാക്കുന്നു. നിങ്ങൾ ശിവശക്തി സേനയാണ്. നിങ്ങൾ തന്നെയാണ് ശിവ് ബാബയെ അറിയുന്നത്.
സത്യം ഒന്നു തന്നെയാണ്. സത്യത്തിൻ്റെ തോണി ആടി ഉലയും മുങ്ങിപ്പോവുകയില്ല എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ സത്യമാണ്. പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അസത്യമായ തോണികളെല്ലാം ഇല്ലാതായി പോകും. നിങ്ങളും ഇവിടെ രാജ്യം ഭരിക്കുന്നവരല്ല. നിങ്ങൾ പിന്നെ അടുത്ത ജന്മത്തിൽ വന്ന് രാജ്യം ഭരിക്കും. ഇത് വളരെ ഗുപ്തമായ കാര്യങ്ങളാണ്. അത് നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഈ ബാബയെ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ യാതൊന്നും അറിയുമായിരുന്നില്ല. ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. ഇത് യുധിഷ്ഠിരനാണ്. യുദ്ധത്തിൻ്റെ മൈതാനത്തിൽ കുട്ടികളെ നിർത്തുന്നവനാണ്. ഇത് നോൺ വയലൻസ് ആണ്, അഹിംസകമാണ്. മനുഷ്യർ ലഹളയെ ഹിംസയായി മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ആദ്യത്തെ മുഖ്യ ഹിംസ കാമകഠാരയുടേതാണ്. അതിനാൽ കാമം മഹാശത്രു എന്ന് പറയുന്നു. ഇതിൻ്റെ മേൽ തന്നെയാണ് വിജയം നേടേണ്ടത്. മുഖ്യ കാര്യം തന്നെ കാമവികാരത്തിൻ്റെതാണ്. പതീതം എന്നാൽ വികാരി. വികാരി എന്ന് പറയുന്നത് തന്നെ പതീതം ആകുന്നവരെയാണ്. അവർ വികാരത്തിൽ പോകുന്നു. ക്രോധിക്കുന്നവരെ ഇവർ വികാരിയാണ് എന്ന് പറയുകയില്ല. ക്രോധിയെ ക്രോധിയെന്നും ലോഭിയെ ലോഭിയെന്നും പറയും. ദേവതമാരെ നിർവികാരി എന്ന് പറയുന്നു. ദേവതമാർ നിർലോഭിയും നിർമോഹിയും നിർവികാരിയുമാണ്. അവർ ഒരിക്കലും വികാരത്തിൽ പോകുന്നില്ല. നിങ്ങളോട് പറയുന്നുണ്ട്, വികാരമില്ലാതെ കുട്ടികൾ എങ്ങനെ ഉണ്ടാകും? അവരെ നിർവികാരിയായി ആണല്ലോ കണക്കാക്കുന്നത്. അത് വൈസ്ലെസ് ലോകം തന്നെയാണ്. ദ്വാപര കലിയുഗമാണ് വിഷ്യസ് ലോകം. സ്വയം വികാരിയെന്നും ദേവതമാരെ നിർവികാരിയെന്നും പറയുന്നുവല്ലോ. നിങ്ങൾക്കറിയാം, നമ്മളും വികാരിയായിരുന്നു. ഇപ്പോൾ ഇവരെ പോലെ നിർവികാരി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണനും ഓർമ്മയുടെ ബലത്തിലൂടെ ഈ പദവി നേടി, വീണ്ടും നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തന്നെയാണ് ദേവി ദേവത ആയിരുന്നത്. നമ്മൾ കഴിഞ്ഞ കൽപ്പത്തിൽ ഇങ്ങനെ രാജ്യം നേടിയിരുന്നു. അത് പാഴാക്കി വീണ്ടും നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നു. ഈ ചിന്തനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കട്ടെ, എങ്കിലും സന്തോഷം ഉണ്ടായിരിക്കും. എന്നാൽ മായ ഈ സ്മൃതി മറപ്പിക്കുന്നു. ബാബയ്ക്കറിയാം, നിങ്ങൾക്ക് സ്ഥായിയായി ഓർമ്മയിലിരിക്കാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾ ഇളകാത്തവരായി ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ വേഗം കർമാതീത അവസ്ഥ ഉണ്ടായേനെ. ആത്മാവ് തിരികെ പോയേനെ. പക്ഷേ ഇല്ല. ആദ്യ നമ്പറിൽ പോകാൻ പോകുന്നത് ഇദ്ദേഹമാണ്. പിന്നെയാണ് ശിവ് ബാബയുടെ ഘോഷയാത്ര. വിവാഹത്തിൽ മാതാക്കൾ മൺകുടത്തിൽ ജ്യോതി തെളിയിച്ച് കൊണ്ടുപോകുന്നുവല്ലോ. ഇത് അടയാളമാണ്. ശിവ് ബാബയാകുന്ന പ്രിയതമൻ സദാ ജ്വലിക്കുന്ന ജ്യോതിയാണ്. പിന്നെ നമ്മുടെ ജ്യോതി തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള കാര്യം പിന്നെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ യോഗബലത്തിലൂടെ തൻ്റെ ജ്യോതി തെളിയിക്കുന്നു. യോഗത്തിലൂടെ നിങ്ങൾ പവിത്രമാകുന്നു. ജ്ഞാനത്തിലൂടെ ധനം ലഭിക്കുന്നു. പഠനത്തെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നുവല്ലോ. യോഗബലത്തിലൂടെ നിങ്ങൾ വിശേഷിച്ച് ഭാരതത്തെയും പൊതുവെ മുഴുവൻ വിശ്വത്തെയും പവിത്രമാക്കുന്നു. ഇതിൽ കന്യകമാർക്ക് വളരെ നല്ല സഹായിയാകാൻ സാധിക്കും. സർവീസ് ചെയ്ത് ഉയർന്ന പദവി നേടണം. ജീവിതം വജ്രതുല്യമാക്കണം. കുറഞ്ഞതല്ല. ഫോളോ ഫാദർ മദർ എന്ന് പാടപ്പെടുന്നു. സീ മദർ ഫാദർ, അനന്യരായ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്. കുട്ടികളായ നിങ്ങൾക്ക് എക്സിബിഷനിലും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് 2 ഫാദർ ഉണ്ട്, ലൗകികവും പാരലൗകികവും. ഇതിൽ വലിയവൻ ആരാണ്? വലിയവൻ തീർച്ചയായും പരിധിയില്ലാത്ത പിതാവാണല്ലോ. സമ്പത്ത് ആ ഒന്നിൽ നിന്നുമാണ് ലഭിക്കേണ്ടത്. ഇപ്പോൾ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വത്തിൻ്റെ അധികാരി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ വാച നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾ അടുത്ത ജന്മത്തിൽ വിശ്വത്തിൻ്റെ അധികാരിയാകും.
ബാബ കൽപ്പകൽപ്പങ്ങളിൽ ഭാരതത്തിൽ വന്ന് ഭാരതത്തെ വളരെയധികം സമ്പന്നമാക്കുന്നു. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു ഈ പഠനത്തിലൂടെ. ആ പഠനത്തിലൂടെ എന്ത് ലഭിക്കും? ഇവിടെയാണെങ്കിൽ നിങ്ങൾ വജ്രതുല്യമാകുന്നു 21 ജന്മത്തേക്ക്. ആ പഠനത്തിൽ രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇതാണെങ്കിൽ പിതാവും ടീച്ചറും ഗുരുവും ഒന്നു തന്നെയാണ്. അപ്പോൾ പിതാവിൻ്റെ സമ്പത്ത്, ടീച്ചറിൻ്റെ സമ്പത്ത്, ഗുരുവിൻ്റെ സമ്പത്ത് എല്ലാം നൽകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹസഹിതം എല്ലാത്തിനെയും മറക്കേണ്ടതുണ്ട്. താങ്കൾ മരിച്ചുവെങ്കിൽ ലോകം മരിച്ചു. ബാബയുടെ അഡോപ്റ്റഡ് കുട്ടികളായി ബാക്കി ആരെ ഓർമ്മിക്കുവാനാണ്? മറ്റുള്ളവരെ കാണുമ്പോഴും കാണാത്തതുപോലെ. പാർട്ടിലും വരുന്നു, പക്ഷേ ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഇത് ബുദ്ധിയിലുണ്ടായിരുന്നാലും വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. കുട്ടികൾ ദേഹാഭിമാനം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ പഴയ വസ്തു ഇവിടെ ഉപേക്ഷിക്കണം. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. നാടകം പൂർത്തിയാകുന്നു. പഴയ സൃഷ്ടിക്ക് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ധൻ്റെ സന്താനമായ അന്ധൻ അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. മനുഷ്യർ വിചാരിക്കും, ഇത് ഉറങ്ങുന്ന മനുഷ്യനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അജ്ഞാന നിദ്രയുടെ കാര്യമാണ്. അതിൽ നിന്നും നിങ്ങൾ ഉണർത്തുന്നു. ജ്ഞാനം എന്നാൽ പകലാണ്, സത്യയുഗം. അജ്ഞാനം എന്നാൽ രാത്രിയാണ്, കലിയുഗം. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കന്യക വിവാഹം കഴിക്കുമ്പോൾ മാതാപിതാക്കൾ, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ തുടങ്ങിയവരും ഓർമ്മ വരും. അവരെയും മറക്കണം. ഇങ്ങനെയുള്ള യുഗൾ അഥവാ ദമ്പതിമാരുണ്ട്. അവർ സന്യാസിമാർക്ക് കാണിച്ചു കൊടുക്കുന്നു, നമ്മൾ യുഗളായിട്ടും ഒരിക്കലും വികാരത്തിൽ പോകുന്നില്ല. ജ്ഞാനത്തിൻ്റെ വാൾ ഇടയിലുണ്ട്. ബാബയുടെ ആജ്ഞയാണ് പവിത്രമായി ഇരിക്കണം. നോക്കൂ, രമേശും ഉഷയുമുണ്ട്, ഒരിക്കലും പതീതമായിട്ടില്ല. ഈ ഭയമുണ്ട്. അഥവാ നമ്മൾ പതീതമാവുകയാണെങ്കിൽ 21 ജന്മങ്ങളുടെ രാജപദം ഇല്ലാതായി പോകും, പാപ്പരാകും. ഇങ്ങനെ ചിലരൊക്കെ ഫെയിലായി പോകുന്നു. ഗാന്ധർവ വിവാഹത്തിൻ്റെ പേരുണ്ടല്ലോ. നിങ്ങൾ അറിയുന്നുണ്ട്, പവിത്രമായി ഇരിക്കുന്നതിലൂടെ വളരെ ഉയർന്ന പദവി ലഭിക്കും. ഒരു ജന്മത്തേക്ക് പവിത്രമാകണം. യോഗബലത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലും കൺട്രോൾ വരുന്നു. യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ ലോകത്തെയും പവിത്രമാക്കുന്നു. നിങ്ങൾ എത്ര കുറച്ചു കുട്ടികളാണ് യോഗബലത്തിലൂടെ ഈ മുഴുവൻ പർവ്വതത്തെയും ഉയർത്തി സ്വർണത്തിൻ്റെ പർവ്വതം സ്ഥാപിക്കുന്നത്. മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അവരാണെങ്കിൽ ഗോവർദ്ധന പർവ്വതത്തിനു പിന്നാലെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാകട്ടെ ബാബ തന്നെയാണ് വന്ന് മുഴുവൻ ലോകത്തെയും ഗോൾഡൻ ഏജ് ആക്കുന്നത്. ഹിമാലയം സ്വർണത്തിൻ്റെതായി മാറുകയൊന്നുമില്ല. അവിടെയാണെങ്കിൽ സ്വർണത്തിൻ്റെ ഖനികൾ നിറയും. 5 തത്വങ്ങൾ സദോ പ്രധാനമാണ്, നല്ല ഫലവും നൽകുന്നു. സദോ പ്രധാന തത്വങ്ങളാൽ ഈ ശരീരവും സദോ പ്രധാനമാകുന്നു. അവിടെയുള്ള ഫലങ്ങളും വളരെയധികം സ്വാദിഷ്ടമായിരിക്കും. പേര് തന്നെ സ്വർഗം എന്നാണ്. അപ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് വികാരം മാറുന്നത്. ദേഹാഭിമാനം വരുന്നതിലൂടെ വികാരത്തിൻ്റെ ചേഷ്ട ഉണ്ടാകുന്നു. യോഗി ഒരിക്കലും വികാരത്തിൽ പോവുകയില്ല. ജ്ഞാനബലം ഉണ്ട്, പക്ഷേ യോഗി അല്ലെങ്കിൽ വീണു പോകും. പുരുഷാർത്ഥമാണോ വലുത് അതോ പ്രാപ്തിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, പുരുഷാർത്ഥമാണ് വലുത്. പൊതുവെ ഇതിൽ പറയും യോഗമാണ് വലുത്. യോഗത്തിലൂടെ തന്നെയാണ് പതിതത്തിൽ നിന്നും പാവനമാകുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പറയും, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പഠിക്കും. മനുഷ്യനിൽ നിന്നും പഠിക്കുന്നതിലൂടെ എന്ത് ലഭിക്കും? മാസത്തിൽ എന്ത് സമ്പാദ്യമുണ്ടാകും? ഇത് നിങ്ങൾ ഓരോരോ രത്നവും ധാരണ ചെയ്യുകയാണ്.
ഇത് ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. അവിടെ പൈസ എണ്ണുന്നില്ല. അളവറ്റ ധനമുണ്ടായിരിക്കും. എല്ലാവർക്കും അവരവരുടെ കൃഷിയിടങ്ങളും മറ്റുമുണ്ടായിരിക്കും. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ഇതാണ് എയിം ഓബ്ജക്റ്റ്. പുരുഷാർത്ഥം ചെയ്ത് ഉയർന്നവരാകണം. രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ എങ്ങനെയാണ് പ്രാപ്തി നേടിയത്? ഇതിൻ്റെ പ്രാപ്തിയെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് വേണ്ടത്? ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, കൽപ്പത്തിന് 5000 വർഷത്തിനു ശേഷം ബാബ വരുന്നു, വന്ന് ഭാരതത്തെ സ്വർഗമാക്കുന്നു. കുട്ടികൾക്ക് സർവീസ് ചെയ്യുന്നതിൻ്റെ ഉന്മേഷമുണ്ടാകേണ്ടതാണ്. ആർക്കെങ്കിലും വഴി പറഞ്ഞു കൊടുക്കാത്തതുവരെയും ഭക്ഷണം കഴിക്കുകയില്ല. ഇത്രത്തോളം ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാകണം. അപ്പോൾ ഉയർന്ന പദവി നേടാൻ സാധിക്കും. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈശ്വരീയ സർവീസ് ചെയ്ത് തൻ്റെ ജീവിതം 21 ജന്മത്തേക്ക് വജ്രതുല്യം ആക്കണം. മാതാപിതാക്കളെയും അനന്യരായ സഹോദരീ സഹോദരന്മാരെയും തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. കർമാതീത അവസ്ഥ ഉണ്ടാക്കുന്നതിനായി ദേഹസഹിതം എല്ലാത്തിനെയും മറക്കണം. തൻ്റെ ഓർമ്മ ഇളകാത്തതും സ്ഥായിയും ആക്കണം. ദേവതമാരെ പോലെ നിർലോഭിയും നിർമോഹിയും നിർവികാരിയും ആകണം. വരദാനം: പിടയുന്ന ആത്മാക്കൾക്ക് 1 സെക്കൻഡിൽ ഗതിയും സദ്ഗതിയും നൽകുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കട്ടെ. ഏതുപോലെ സ്ഥൂല സീസണിലെ ഒരുക്കങ്ങൾ നടത്തുന്നു, സേവാധാരി സാമഗ്രി എല്ലാം തയ്യാറാക്കുന്നു, ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, സമയം വ്യർത്ഥമായി പോകാതിരിക്കുന്നതിന് വേണ്ടി. ഇതേപോലെ തന്നെ ഇപ്പോൾ സർവ ആത്മാക്കളുടെയും ഗതിയും സദ്ഗതിയും ഉണ്ടാക്കുന്നതിനുള്ള അന്തിമ സീസൺ വരാൻ പോകുന്നു. പിടയുന്ന ആത്മാക്കൾക്ക് ക്യൂയിൽ നിൽക്കുന്നതിൻ്റെ കഷ്ടത നൽകരുത്. വന്നുകൊണ്ടിരിക്കണം, നേടിക്കൊണ്ടിരിക്കണം. ഇതിനു വേണ്ടി എവർ റെഡിയാകൂ. പുരുഷാർത്ഥി ജീവിതത്തിൽ ഇരിക്കുന്നതിനും ഉപരി ഇപ്പോൾ ദാതാവിൻ്റെ സ്ഥിതിയിലിരിക്കൂ. ഓരോ സങ്കല്പത്തിലും ഓരോ സെക്കൻഡിലും മാസ്റ്റർ ദാതാവായി പോയിക്കൊണ്ടിരിക്കൂ. സ്ലോഗൻ: പ്രഭുവിനെ ബുദ്ധിയിൽ ഹാജരാക്കി വയ്ക്കൂ. അപ്പോൾ സർവപ്രാപ്തികളും ശരി പ്രഭു എന്ന് പറയും. അവ്യക്ത സൂചന: ഏകാന്ത പ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകതയോടൊപ്പം ഏകാന്ത പ്രിയർ ആകണം. ആരുടെ ബുദ്ധിയോഗം അനേകം ഭാഗത്തു നിന്നും മുറിഞ്ഞിട്ടുണ്ടാവുകയും ഒന്നിനോട് മാത്രം പ്രിയം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു, അവർ ഏകാന്ത പ്രിയർ ആയിരിക്കും. ഒന്നിനോട് പ്രിയമുള്ളത് കാരണം ഒന്നിൻ്റെ മാത്രം ഓർമ്മയിലിരിക്കാൻ സാധിക്കുന്നു. ഏകാന്ത പ്രിയം എന്നാൽ ഒന്നല്ലാതെ രണ്ടാമതാരുമില്ല. സർവസംബന്ധങ്ങളും സർവരസങ്ങളും ഒന്നിൽ നിന്നും എടുക്കുന്നവർക്ക് തന്നെയാണ് ഏകാന്ത പ്രിയർ ആകാൻ സാധിക്കുന്നത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സംഗമയുഗി ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവായ എനിക്ക് ബാബയ്ക്ക് സമാനം സർവശക്തികൾ കൊണ്ടും സർവഗുണങ്ങൾ കൊണ്ടും ജ്ഞാനത്തിൻ്റെ സർവഖജനാവുകൾ കൊണ്ടും സമ്പന്നമാകണം. കൽപ്പത്തിനു മുമ്പും ഞാൻ ശ്രേഷ്ഠ ആത്മാവായിരുന്നു.
ഇപ്പോഴും ഭാഗ്യവിധാതാവായ ബാബയിലൂടെ എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യരേഖ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഉത്സാഹം എന്നെ പറക്കുന്ന കലയിൽ എത്തിക്കുന്നു. ഈ ഉന്മേഷം എനിക്ക് ജീവിതത്തിൽ വിഘ്നങ്ങളെ സമാപ്തമാക്കുന്നതിനുള്ള വിശേഷ ശസ്ത്രമായി തീരുന്നു. മനസ്സിൻ്റെ ഈ ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും അലകൾ എൻ്റെ ശരീരത്തിലും വ്യാപിക്കുമ്പോൾ ശരീരവും ആരോഗ്യ അവസ്ഥ കൈവരിക്കുന്നു. മസ്തകമണിയായി ഞാൻ പരിധിയില്ലാത്ത ബാബയുടെ അപരിമിതമായ ഖജനാവുകൾ ശേഖരിക്കുവാനായി ബാബയുടെ സമീപ രത്നമായി മാറുകയാണ്. സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ പരമധാമത്തിൽ ദിവ്യ തേജോമയ രൂപനായ പ്രിയപ്പെട്ട ശിവബാബയുടെ സമീപത്തായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമശാന്തിയുടെയും ശക്തിയുടെയും സുഖത്തിൻ്റെയും അനുഭൂതികൾ നിറഞ്ഞ ഈ ഓർമ്മയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവ ഈശ്വരീയ ഖജനാവുകളാലും ഞാൻ സമ്പന്നമാകുന്നു. എൻ്റെ ഈ സമ്പന്ന സ്വരൂപ സ്ഥിതി നിലനിർത്തി ഞാൻ പരിധിയില്ലാത്ത നിഷ്കാമ സേവാധാരിയായി മസ്തകമണിയായി സ്ഥിതി ചെയ്യുന്നു. ശുഭഭാവന സമ്പന്നവും ശക്തിശാലിയുമായ സങ്കല്പങ്ങളുടെ വൈബ്രേഷൻസ് ഞാൻ വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്. സുഖത്തിനും ശാന്തിക്കും വേണ്ടി യാചിക്കുന്ന മനുഷ്യാത്മാക്കൾ ബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയായി മാറട്ടെ.